ഒരു പക്ഷേ ഇവർ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്ത് പോകാൻ സാധിക്കും. 16 സീറ്റിലും ഇവർ ജയിച്ചാലും നമ്മൾ ഞെട്ടേണ്ടത് ഏത് മലപ്പുറം ജില്ല പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാറിന് ജനറൽ സീറ്റ് കൊടുക്കാറില്ല, കൊടുത്താലും ജയിക്കാറില്ല. അപ്പോൾ അവർ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ജയിച്ചു എന്ന്. കൊടുവള്ളിയും കോഴിക്കോട് സൗത്തും ലീഗ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അത് ഒഴിച്ചാൽ വടകരയിൽ വേറെ അത്ഭുതങ്ങളൊന്നും വടകരയിൽ അപ്പോൾ തന്നെ പാസ്സായി. വേറെ ഊരും ഈ പറഞ്ഞ പോലെ ഈ പാവം ടീച്ചർ അവിടെ പോയി മത്സരിച്ച് തോക്കാനാണ് സാധിക്കും. പിന്നെ ഇത്തവണ ഇയാൾ ജയിച്ച ഒരു മന്ത്രിയൊക്കെ ആവും എന്നൊരു പ്രതീക്ഷ ആളുകളുടെ ഇടയിൽ. ശരിക്കും ഒരു വലിയ ഫൈറ്റ് നടക്കുന്നത് കെ സുരേന്ദ്രൻ. ത്രികോണ പോരാട്ടം എന്നുള്ള രീതി ത്രികോണ പോരാട്ടം ഉണ്ടാവില്ല. അവിടെ ലീഗും സുരേന്ദ്രനും തമ്മിലാണ് മത്സരം. സത്യത്തിൽ ആ സ്ഥാനാർത്ഥി നിൽക്കായിരുന്നു ലീഗിന് നല്ലത്. SDPയുടെ വോട്ട് കൃത്യമായിട്ട് SDPക്ക് തന്നെ കിട്ടിയത്. ഇപ്പൊ എന്ത് പറ്റി? സന്ദീപ് വാര്യരുടെ ഫൈറ്റൊക്കെ വാർത്തയിൽ നിറയാം. വാർത്തയിൽ അപ്പുറത്ത് കടലാസിനപ്പുറത്തേക്ക് വലിയ ഓളൊന്നും ഉണ്ടാവും. LDFന് അതിൽ അങ്ങേയറ്റം കണ്ണൂർ കാസർഗോഡ് അത്രയും ശക്തിദുർഗമായ സ്ഥലം, കോഴിക്കോട് അവരുടെ മേധാവിത്വമുള്ള സ്ഥലം. UDFനെ സംബന്ധിച്ച് മലപ്പുറം മാത്രമാണ് ഒരു അപ്രധാനമുള്ള സ്ഥലം. കഴിഞ്ഞ തവണ മൊത്തത്തിൽ നമ്മൾ ഈ 5 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ വടക്കൻ കേരളം എടുത്തു കഴിഞ്ഞാൽ ആകെ 48 സീറ്റായിരുന്നു. അതിൽ LDFന് 28 സീറ്റ് ഉണ്ടായിരുന്നു, 20 സീറ്റ് UDFന്. അതിൽ 12 എണ്ണവും മലപ്പുറം ജില്ല. അപ്പം ഈ മേഖലയുടെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു മൈനോറിറ്റി വോട്ടിൻ്റെ ഒരു പാറ്റേണിൽ വന്ന ഷിഫ്റ്റ് ഇതൊക്കെ ബാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. മലപ്പുറത്ത് നമുക്ക് തുടങ്ങാം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എന്തെങ്കിലും ഫൈറ്റ് നടക്കാവുന്ന സ്ഥലങ്ങളൊന്ന് പെരിന്തൽമണ്ണ, മങ്കട, പിന്നെ പൊന്നാനി, തവന്നൂർ. അവിടെ നല്ല ഫൈറ്റുണ്ട്. പിന്നെ വേണമെങ്കിൽ തിരൂർ, മന്ത്രി അങ്ങോട്ട് മാറിയതുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വള്ളിക്കുന്ന് ഒക്കെ പെരിഫറലാണ്. നിലമ്പൂരിലും തവണ വലിയ അത്ഭുതത്തിനൊന്നും സാധ്യതയില്ല. അപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, അതുപോലെ വണ്ടൂരിൽ AP അനിൽകുമാർ, അവരൊക്കെ ജയിച്ചിരിക്കുകയാണ്. ഇനി ഫലപ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മലപ്പുറം, ഏറനാട്, കൊണ്ടോട്ടി, വേങ്ങര, ഇതൊക്കെ വെറുതെ ചർച്ച ചെയ്ത് നമ്മൾ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ശരിക്കും ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം തവന്നൂരാണ്. തവന്നൂർ KT ജലീൽ മത്സരിക്കാൻ തന്നെ ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ്. അതെ, തവന്നൂർ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മത്സരിക്കുന്നു. പക്ഷേ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കാത്ത ആളാണ് ജലീൽ. അപ്പോൾ ഇത്തവണയും പുള്ളി തോറ്റോളണം എന്നില്ല. പിന്നെ തവന്നൂർ ഇടതുപക്ഷത്തിന് സാമാന്യ ശക്തിയുള്ള സ്ഥലമാണ്. ജോയിയാണ് എതിർ സ്ഥാനാർത്ഥി. ഇത്തരം ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെയാണ് ഒരു മത്സരം. പിന്നെ പൊന്നാനി പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. പക്ഷേ പൊന്നാനിയിൽ CPM തന്നെ വലിയ പ്രശ്നമുള്ള അതെ, സിദ്ദിഖ് മത്സരിച്ച ഖലീമുദ്ദീൻ ആയിരുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ലോക്കൽ എന്നുള്ളത് കിട്ടി. അവിടെ അല്ലെങ്കിൽ സിറ്റിംഗ് MLA നന്ദകുമാറിന് ഒരവസരം കൂടി കൊടുത്തിരുന്നെങ്കിലും ആരും ആക്ഷേപം പറയില്ല. അവിടെ PSC ചെയർമാൻ ആയിരുന്നു നമ്മുടെ സക്കീറിനെ കൊടുത്ത് മത്സരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വല്ലായികയുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷം LDFനെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. UDF ആണെങ്കിലും സാധാരണ ഐദർ തവനൂര് അല്ലെങ്കിൽ പൊന്നാനി രണ്ടിടത്തും ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ പൊന്നാനി ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് ഇത്തവണ ഒരു ഫീൽഡ് കയറില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടത് അതവിടെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ 4 മണ്ഡലങ്ങളിലേ ഉള്ളൂ ഒരു ഫൈറ്റ്. അത് നല്ല പോരാട്ടമാണ്. അതെ. നമുക്ക് കോഴിക്കോടേക്ക് പോവാം. കോഴിക്കോട് ജില്ലയിൽ LDFന് തന്നെയാണ് മേൽക്കൈ. മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 11 LDF ജയിച്ചാണ്. 2 സീറ്റ് UDF ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ മെയിനായിട്ട് എല്ലാവരും പറയുന്നത് ഈ ഷാഫിയുടെ വരവോടുകൂടി ചുമതല ഉള്ള ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 20 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു 2001 P. ശങ്കരൻ ജയിച്ചതിന് ശേഷം പിന്നെ P. ശങ്കരനും നമ്മുടെ സുജനപാലൻ മന്ത്രിയായിരുന്ന സുജനപാലൻ പിന്നെ ഒരു കോൺഗ്രസ് MLA ജയിച്ചിട്ടില്ല. ഈ തവണയും താരതമ്യേന കോൺഗ്രസിൽ തർക്കമില്ലാതെ ഏറ്റവും ആദ്യം സീറ്റ് നിർണയം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സീറ്റ് നിർണയം പൂർത്തിയായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്ത ജില്ലയാണ് ഈ കോഴിക്കോട്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് TP രാമകൃഷ്ണൻ അവിടെ വീണ്ടും മത്സരിക്കുന്നു പേരാമ്പ്രയിൽ. എലത്തൂര് അതുപോലെ മന്ത്രി അവസാന നിമിഷം പടവെട്ടി വീണ്ടും സ്ഥാനാർത്ഥിയായി. പിന്നെ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സാഹചര്യം പലവിധ ഇക്വേഷൻസിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ തിരുവമ്പാടി നമുക്കറിയാം കഴിഞ്ഞ തവണ എന്തുകൊണ്ട് ലിൻഡോ അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അവിടെ സഭയുടെ എതിർപ്പ് അങ്ങനത്തെ ഒരു മൊത്തത്തിൽ കോഴിക്കോട് നോക്കുമ്പോൾ എങ്ങനെയാണ്? കോഴിക്കോട് ഇത്തവണയും LDFന് തന്നെയാണ് മേൽക്കൈ. അതിൽ മാറ്റമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഷാഫി പറമ്പിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. MK രാഘവൻ എത്ര കൊല്ലമായിട്ട് ജയിക്കുന്നു, പക്ഷേ അതുകൊണ്ട് വലിയ മാറ്റം വന്നില്ല. രാഘവൻ മത്സരിക്കുമ്പോൾ രാഘവൻ ജയിക്കും. ഇപ്പോൾ മുരളീധരൻ മത്സരിച്ചപ്പോൾ മുരളീധരൻ ജയിച്ചു. മുല്ലപ്പള്ളി മത്സരിച്ചപ്പോൾ മുല്ലപ്പള്ളി ജയിച്ചു. ഷാഫി മത്സരിച്ചപ്പോൾ ഷാഫി ജയിച്ചു. ഷാഫി നിയമസഭയ്ക്ക് മത്സരിക്കത്തില്ല. ഈ കോഴിക്കോട് ജില്ലയിൽ
കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാധീനത പ്രസൻറ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സില്ല എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വീകാര്യതയില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഷാഫിക്ക് നിയമസഭയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉള്ള സ്ഥാനാർത്ഥികളെ വെച്ചിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് നോർത്ത് ജയന്ത് UDF സ്ഥാനാർത്ഥി, മറുവശത്ത് അവിടെ മേയർ കൂടിയായിരുന്നു ആയിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ അത്ര വലിയ ഗംഭീര സ്ഥാനാർത്ഥിയൊന്നുമല്ല. പക്ഷെ ആ മണ്ഡലം അതായതുകൊണ്ട് പക്ഷേ തോട്ടത്തിൽ വോട്ട് നന്നായിട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതേക്കുറിച്ച് ആർക്കും അങ്ങനെ വലിയ എതിരഭിപ്രായമില്ല. അവിടെ അതുപോലെ കോഴിക്കോട് സൗത്ത് ടൗണിൽ ചിലപ്പോൾ ലീഗ് തിരിച്ചു പിടിച്ചേക്കാം. കഴിഞ്ഞ നൂർബീനെ ആയതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയത്. മുനീർ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അവിടെ ഒരു മാറ്റം ഉണ്ടാവും. കോഴിക്കോട് സൗത്തിൽ ലീഗുകാർ ജയിക്കും, കോൺഗ്രസ്സുകാർ ജയിക്കില്ല. അത് ഈ കുറ്റ്യാടിയിലും കഴിഞ്ഞ ചെറിയ മാർജിനിലാണ് ജയിച്ചത്. ഇത്തവണ പാറക്കൽ അബ്ദുള്ളനെ വീണ്ടും മത്സരിക്കുന്നു അല്ലേ? അതും വലിയ ഫൈറ്റ് നടക്കും. അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, പക്ഷേ ഫൈറ്റുള്ളൊരു മണ്ഡലമാണ്. തിരുവമ്പാടിയിൽ ഇദ്ദേഹം തന്നെ ജയിക്കും, ലിൻഡോ. അത് കുരിശുയുദ്ധമാണ്. തന്നെ 5 വർഷം മുമ്പത്തെ പോലെ ലിൻഡോ അവിടെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടായി. കൊടുവള്ളിയിലും ഈ പറഞ്ഞ പോലെ ലീഗ് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലമാണ്. ഒരു പക്ഷേ ലീഗ് ജയിച്ചേക്കാം. അവിടെ ഈ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ മിക്കവാറും അവർക്ക് കുന്നമംഗലത്ത് പക്ഷേ PTI റഹീം തന്നെ ഉള്ളതുകൊണ്ട് റഹീമിന് ആ രീതിയിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അത്രയും ഒരു എല്ലായ്പ്പോഴും നല്ല ഫൈറ്റ് വരികയും അവസാനം റഹീം തന്നെ ജയിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയ റഹീം മാജിക്ക് അവിടെ ഉണ്ട്. കാന്തപുരത്തിൻ്റെയൊക്കെ വലിയ ഒരു ക്ലൗട്ട് ഉണ്ട് അവിടെ. പിന്നെ ഈ ഭാഗത്ത് ഒരു മണ്ഡലം ബേപ്പൂരാണ്. ബേപ്പൂര് അൻവർ വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റുന്നില്ല. റിയാസ് മാത്രമല്ല അത്ര വലിയൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. പക്ഷെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് ബേപ്പൂരിലും മറ്റേ കോഴിക്കോട് നോർത്തിലും BJPയുടെ സാന്നിധ്യം. ദൈനംദിന നന്നായിട്ട് വോട്ട് പിടിച്ച സ്ഥലമാണ്. ഇത് നവ്യ ഹരിദാസാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി. ഒരു അപ്കമിങ് ഒരു സുഷമ സ്വരാജ് അവിടെ 2 തവണ ഇപ്പോൾ കൗൺസിലായിട്ട് ജയിച്ചു. അതെ, ഒരു സുഷമ സ്വരാജ് ലൈനിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. വയനാട്ടിൽ പോയി അതെ, സുൽത്താൻ ബത്തേരിയിൽ അവർ സത്യൻ മൊകേരിയായിട്ട് ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി. BJP വോട്ട് കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്ത് കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, ഈ 3 സ്ഥലത്തും വളരെ പ്രധാനമാണ്. അതെ. പിന്നെ കൊയിലാണ്ടി, വടകര പോലത്തെ മണ്ഡലങ്ങളാണ്. ദാസനാണ് വീണ്ടും ഇപ്പോൾ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത്. 2 തവണ MLA ആയിരുന്നു. പിന്നെയുള്ള ഒരു മണ്ഡലം അതുപോലെ നേരത്തെ കാനത്തിൽ ജമീല മരിച്ചു. കൊയിലാണ്ടി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നാദാപുരത്ത് കൊയിലാണ്ടിയിലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാദാപുരത്തും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ പ്രവീൺ കുമാറാണ്. അഭിജിത്ത് കഴിഞ്ഞ തവണ നോർത്തിൽ മത്സരിച്ചിട്ട് അഭിജിത്ത് ഇപ്പം നാദാപുരം, അത് സത്യമോഹരിയുടെ വൈഫ് വസന്തവുമായിട്ട് നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് കരുതപ്പെടുന്നുണ്ട്. പക്ഷേ അവസാനം ഈ മണ്ഡലങ്ങളൊക്കെ അവസാനം വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. അതിന് ലീഗ് മത്സരിക്കുന്ന ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ് ചെറിയ ഈ പറഞ്ഞ ഫാത്തിമ തകലിയും TP രാമകൃഷ്ണനെതിരെ രാമകൃഷ്ണനെ തോൽപ്പിക്കാൻ ഫാത്തിമയ്ക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് കൊടുവള്ളിയും കോഴിക്കോട് സൗത്തും ലീഗ് തിരിച്ചു പിടിക്കാൻ സാധ്യത. അത് ഒഴിച്ചാൽ വടകരയിൽ വേറെ അത്ഭുതങ്ങളൊന്നും, വടകരയിൽ രമ തന്നെ പാസ്സായേക്കും. പക്ഷേ ഇതൊഴിച്ചാൽ തിരിച്ചു പിടിക്കുന്ന മറ്റ് 2 സീറ്റുകളും അവർ, കൊടുവള്ളി നേരത്തെ മുനീറിൻ്റെ സീറ്റാണ്. കോഴിക്കോട് ഇത്രേ ഉള്ളൂ. വയനാട് ഏറ്റവും കൂടിയ 3 സീറ്റ് അതെ UDF കിട്ടും. വയനാട് 3 മണ്ഡലമാണ്. വയനാട് ഒരു UDF ജില്ലയാണ് ശരിക്കും. കൽപ്പറ്റയിൽ സിദ്ദിഖ് തന്നെ ജയിക്കാനുള്ള സാധ്യത. പിന്നെ ബത്തേരിയിൽ IC ബാലകൃഷ്ണനും നല്ല അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് 2-3 ആത്മഹത്യ കോൺഗ്രസിലെ നേതാക്കളുടേത് ആരോപണങ്ങൾ ഒരുപാടുള്ള ഒരാളാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച MS വിശ്വനാഥൻ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. അതുപോലെ മന്ത്രിയുടെ കേളുവിൻ്റെ മണ്ഡലത്തിൽ കേളു തന്നെ 2-1 എന്ന രീതിയിൽ തന്നെ നിലവിലെ അതെ, ഒന്നുകിൽ 2 ഇവർക്കും അവർക്കും ആയിരിക്കും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. പിന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ കാര്യത്തിലും 9-2 കഴിഞ്ഞ തവണ. അതിൽ 2 പേരാവൂര് ഇരിക്കൂറുമാണ്. അത് ഇത്തവണ ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഇരിക്കൂറിൽ മാറ്റമൊന്നും ഉണ്ടാകുമോ ആ ഒരു സംശയമില്ല. പേരാവൂരും ഈ പറഞ്ഞ പോലെ ഈ പാവം ടീച്ചർ അവിടെ പോയി മത്സരിച്ച് തോക്കാനാണ് സാധ്യത. സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ പറ്റില്ല. മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതാണ്. സണ്ണി ജോസഫ് അത്ര ക്യാമറ ആയതുകൊണ്ടല്ല,
കുടിയേറ്റ മേഖല കുടിയേറ്റ മേഖലയാണ്. പിന്നെ ഇത്തവണ ഇയാൾ ജയിച്ച ഒരു മന്ത്രിയൊക്കെ ആവും എന്നൊരു പ്രതീക്ഷ ആളുകളുടെ ഇടയിലുണ്ട്. പിന്നെ മറ്റ് മണ്ഡലങ്ങളിലൊന്നും വലിയ അത്ഭുതങ്ങൾക്കും സാധ്യതയില്ല. കണ്ണൂർ അടക്കം. കണ്ണൂരാണ് പിന്നെ എന്തെങ്കിലും മാറ്റം. വാർത്ത കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നത് പയ്യന്നൂരും തളിപ്പറമ്പുമാണ്. അതിലും വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല. പിന്നെ അതുപോലെ പിന്നെ അത്ര വലിയ ഒരു ലാൻഡ് സ്ലൈഡ് UDF അനുഭവമായിട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാറ്റം. കണ്ണൂർ മണ്ഡലം, കണ്ണൂർ മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ നല്ല പോരാട്ടത്തിന് സാധ്യതയുണ്ട്. പക്ഷെ TO മോഹനൻ പോരാ. കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ആയിട്ടാണ് മത്സരം. K. സുധാകരനായിരുന്നെങ്കിൽ ശരി മാറിപ്പോയി. അടൂർ പ്രകാശ് മത്സരിച്ചെങ്കിൽ കോന്നി ജയിക്കും എന്ന് പറഞ്ഞ പോലെ K. സുധാകരൻ മത്സരിച്ച കണ്ണൂർ ജയിക്കും. പിന്നെ ഒരു ഫൈറ്റ് എന്ന് നമുക്ക് പറയാവുന്ന വേണമെങ്കിൽ അഴീക്കോടും കൂത്തുപറമ്പുമാണ്. അതിൽ അഴീക്കോടും കൂത്തുപറമ്പിൽ ഇത്തവണ മോഹനനില്ല എന്നാണ്. മറ്റേ മോഹനൻ എന്ന് വെച്ചാൽ വെറും മോഹനല്ലോ, PR കുറുപ്പിൻ്റെ മകനാണ്. അതാണ് മോഹനൻ, സൺ ഓഫ് PR കുറുപ്പാണ്. PR കുറുപ്പിൻ്റെ വോട്ട് അവിടെയുണ്ട്. കുറുപ്പിൻ്റെ ഒരു മറുവശത്ത് ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് സംവരണ മണ്ഡലം ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ അവിടെ മത്സരിപ്പിക്കണം. അവർ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാറിന് ജനറൽ സീറ്റ് കൊടുക്കാറില്ല, കൊടുത്താലും ജയിക്കാറില്ല. അപ്പോൾ അവർ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, ഇങ്ങനെ ഒരാൾ ഇവിടെ ജയിച്ചു എന്ന് പറയും. പിന്നുള്ളത് അഴീക്കോടും സുമേഷ് കഴിഞ്ഞവിടെ ജയിച്ച ആളാണ്. അന്ന് ഒരു ഫ്ലൂക്കിൽ ഷാജി ജയിച്ചാണ് 2 തവണ. എപ്പോഴും ഫ്ലൂക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അഴീക്കോട് ലീഗ് ജയിക്കാൻ സാധ്യത കുറവാണ്, തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റ് പല മണ്ഡലങ്ങളെ പഠിച്ച് ഭേദം എന്ന് പറയാൻ പറ്റും. അവശേഷിച്ചില്ല കാസർഗോഡ് ജില്ലയിൽ 3-2 കഴിഞ്ഞ 3-2 എന്നുള്ളതിൽ ഇപ്പോഴും വലിയ മാറ്റത്തിന് സാധ്യതയില്ല. മഞ്ചേശ്വരം മാത്രമാണ് ശരിക്കും ഒരു വലിയ ഫൈറ്റ് നടക്കുന്നത്. K. സുരേന്ദ്രൻ ത്രികോണ പോരാട്ടം എന്നുള്ള രീതിയിൽ ത്രികോണ പോരാട്ടം ഉണ്ടാവില്ല. അവിടെ ലീഗും സുരേന്ദ്രനും തമ്മിലാണ് മത്സരം. അപ്പോൾ അതിൽ ഈ LDFൻ്റെ വോട്ട് എത്ര കുറയുന്ന വോട്ട് എവിടെ കൂടും? കഴിഞ്ഞ മുമ്പിലത്തെ തവണ 89 വോട്ടായിരുന്നു, കഴിഞ്ഞ തവണ 800 ചില്ലാനും വോട്ട്. 800 ചില്ലാനും വോട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പുള്ളി 2 മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടാണ്. അവിടെ തന്നെ ഒരു പിച്ചിയുടെ ബാറ്റിൽ നടത്തിയിരുന്നെങ്കിൽ ജയിച്ചാൽ. ഹെലികോപ്റ്ററിൽ മത്സരിച്ചു. ഹെലികോപ്റ്ററിൽ നിന്ന് കണ്ട ആൾക്കാർ ഇന്നത്തെ കാലത്ത് പേടിക്കൊന്നുമില്ല. അപ്പോൾ ജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി പറഞ്ഞ പോലെ നമ്മുടെ നേമം പോലെ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ജയിച്ചേക്കാം. പിന്നെ SDPIയുടെ പ്രശ്നമുണ്ടല്ലോ. SDPIയുടെ സ്ഥാനാർത്ഥി പിന്മാറിയെങ്കിലും SDPIക്കാർക്ക് ലീഗുകാരോടുള്ള വിരോധത്തിന് യാതൊരു കുറവില്ല. സ്ഥാനാർത്ഥി സത്യത്തിൽ ആ സ്ഥാനാർത്ഥി നിൽക്കായിരുന്നു ലീഗിന് നല്ലത്. SDPIയുടെ വോട്ട് കൃത്യമായിട്ട് SDPIക്ക് തന്നെ കിട്ടിയത്. ഇപ്പം എന്ത് പറ്റി? UDF കിട്ടണമെന്നില്ല. UDF കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ സുരേന്ദ്രൻ ചെയ്തില്ലെങ്കിൽ പോലും അവൻ വേറെ ഉണ്ട് തന്നെ. അതെ ഞാൻ പറഞ്ഞത്, SDPIക്കാരും ലീഗുകാരും തമ്മിൽ അത്ര വിരോധമുള്ളതാണ് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇപ്പോൾ ആ സ്ഥാനാർത്ഥി പിന്മാറിക്കൊണ്ട് എന്ത് പറ്റി? ആ വോട്ട് ലീഗിന് കിട്ടുന്നില്ല, SDPIക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എവിടേക്ക് പോകും? സുരേന്ദ്രൻ കിട്ടില്ല. പക്ഷെ അത് സംഗതി LDFനോ വേറെ എവിടേക്കെങ്കിലും പോകും. കാസർഗോഡ് ലീഗ് ജയിക്കും. കാരണം അവിടെ LDF ഇത്തവണ നിർത്തിയേക്കുന്ന പഴയ കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളെയാണ്, ജില്ലാ പഞ്ചായത്ത് ഷാനവാസ്. ഈ ഷാനവാസ് ബാബുവിന് മഞ്ചേശ്വരത്ത് പാർട്ടിക്കാരൊക്കെ ആവശ്യപ്പെട്ടതാണ്. അതെ വലിയ അത്ഭുതം ഇല്ല. കാസർഗോഡ് അത്ഭുതമൊന്നുമില്ല. കാസർഗോഡ് ലീഗ് തന്നെ ജയിക്കും. പിന്നെ 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂർ, ഉദുമ, കാഞ്ഞങ്ങാട്. അതിൽ തൃക്കരിപ്പൂർ മാത്രമാണ് ശ്രദ്ധാ കേന്ദ്രം. അവിടെയും വലിയ അത്ഭുതം സംഭവിക്കില്ല. നമ്മുടെ മുസ്തഫ തന്നെ ജയിക്കും. സന്ദീപ് വാര്യരുടെ ഫൈറ്റ് വാർത്തയിൽ അപ്പുറത്ത് കടലാസിനപ്പുറത്ത് വലിയ ഓളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വലിയ കാസർഗോഡ് വ്യത്യാസം എന്ന് പറയാവുന്നത് ഈ ലീഗിൻ്റെ ഒരു സീറ്റ് കുറഞ്ഞിട്ട് BJPക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ UDF 1, BJP 1, LDF 3 എന്ന രീതിയിൽ അതെത്തി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. മലപ്പുറം ജില്ലയിൽ UDF 1-2 സീറ്റുകൾ കഴിഞ്ഞ തവണ മറ്റവർക്ക് കിട്ടിയത് തവണ പിടിക്കും എന്ന് ഉറപ്പിച്ച് പറയാം. ഒരു പക്ഷേ ഇവർ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്ത് പോകാൻ സാധ്യത. 16 സീറ്റിലും ഇവർ ജയിച്ചാലും നമ്മൾ ഞെട്ടേണ്ടതില്ല. മലപ്പുറം ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ 1-2 സീറ്റുകൾ ലീഗ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ലീഗാണ്, കോൺഗ്രസ് അല്ല. വയനാട് ജില്ല ഏതാണ്ട് പഴയ പോലെ തന്നെ നിൽക്കും, വലിയ വ്യത്യാസമില്ല. കണ്ണൂർ ജില്ലയിലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. കാസർഗോഡ് യാതൊരു അത്ഭുതം സംഭവിക്കില്ല.